ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത ചുരുക്കുടുപ്പിൻ്റെ കല്ല് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കഴുത്ത് മടക്കി എടുക്കാം കേട്ടോ. ഞാൻ ക്രോസ് പീസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഇതുകൊണ്ട് തന്നെ മടക്കി എടുക്കുകയാണ്. ക്രോസ് പീസ് വെച്ച് അടിക്കണമെങ്കിൽ അടിക്കട്ടോ, ഞാൻ ഇതുകൊണ്ട് തന്നെ മടക്കി എടുക്കുക. ആദ്യം ഒരു മടക്കുക, എന്നിട്ട് ഇനി ബുദ്ധിമുട്ടുള്ളൊരു പേപ്പർ വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നു, അത് നോക്കിയാൽ മതി. നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മടക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരു കഴുത്തിൻ്റെ വളവൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അടിക്കാൻ. അപ്പം നമ്മൾ രണ്ട് കഴുത്തടിച്ചു. ഇനി എന്ത് വേണമെന്നാ ഈ സോൾഡറും മൂട്ടണം കേട്ടോ. സോൾഡറും മൂട്ടണം. അതിന് നമ്മൾ നല്ല വശം ഒരുമിച്ച് വെക്കുക. നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ചീത്ത വശത്ത് അടിക്കുക. ആദ്യം സോൾഡർ കൂട്ടിയടിക്കുക. നമ്മൾ സോൾഡർ മൂട്ടി. ഇനി എന്താ വേണ്ടതെന്നാ കൈ അടിക്കണം. കൈ അടിക്കണേ ആദ്യം നല്ല വശം തിരിച്ചിടുക. നല്ല വശം. എന്നിട്ട് നമ്മളെ കയ്യിൽ വെട്ടി വെച്ച ഇത് നല്ല വശം വെച്ചിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തിനല്ലോ ഇവിടെ നടുഭാഗം ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്തിനല്ലോ, ആ കട്ട് ചെയ്ത ഭാഗം സോൾഡർ മൂട്ടിയ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് അടിക്കുക. ഇത് നമ്മൾ തിരിച്ചുകാണ്ട് നടുഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങിയത് തിരിച്ചുകാണ്ട് പിന്നെയും അവിടെ നിന്ന് തന്നെ കൊണ്ടുവരട്ടോ. അങ്ങനെ നമ്മൾ ഒരു കൈ കൂട്ടിയടിച്ച് ഇനി അതുപോലത്തെ മറ്റേ കൈ കൂട്ടിയെടുക്കട്ടോ. അപ്പോൾ അങ്ങനെ കൈ രണ്ടും അടിച്ചു. ഇനി നമുക്ക് കൈയിൻ്റെ താഴെ ഭാഗം മടക്കി എടുക്കട്ടോ. ഒരു മടക്കി രണ്ട് മടക്കി താഴെ ഭാഗം രണ്ട് കൈയിൻ്റെ താഴെ ഭാഗം നമുക്ക് അടിക്കാം. അതുപോലെ തന്നെ മറ്റേ കയ്യുണ്ട് അടുക്കട്ടോ. അങ്ങനെ രണ്ട് കൈ നമ്മൾ മടക്കി അടിച്ചു. ഇനി കയ്യ് രണ്ടും ഒരുമിച്ച് പിടിക്കുക. കയ്യ് രണ്ട് ഭാഗം, കയ്യിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ കയ്യിലടിച്ചത് രണ്ട് ഭാഗം ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ചീത്തവശത്ത് അടിക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അര ഇഞ്ച് ആദ്യം ഒരു കഞ്ച് നമുക്ക് കുട്ടികൾ മണ്ണത്തിനനുസരിച്ചല്ല നമ്മുടെ ഒരു ഇഞ്ച് ഇതിൽ ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം അടിച്ചു. ഇനി എന്ത് വേണമെന്നാ മറ്റേ വശം അതേമാതിരി അടിക്കട്ടോ. രണ്ട് വശം അടിക്കുക. അങ്ങനെ നമ്മൾ രണ്ടും അടിച്ചു. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഒഴിവിടണം കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചണ്ട കേട്ടോ. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് അടിക്കണ്ട. അതേപോലെ തന്നെ ഈ വശം നമ്മൾ ഫുള്ളായിട്ട് കുറച്ചൊരു നൂലിവിടെ പൊട്ടിക്കട്ടോ. ഞാൻ കാണിച്ചിറങ്ങി എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് വെറി വെക്കാനെടുത്ത സ്കേർട്ടിനുള്ള ഭാഗം ഉണ്ടല്ലോ, ചുരുക്കിടാനുള്ള ആ ഭാഗം എടുത്തു കേട്ടോ.
അങ്ങനെ നമുക്ക് ഞാൻ ഇത് അടിഭാഗത്തേക്കാണ് ആക്കുന്നത്. ഇവിടെയാണ് നമുക്ക് അരഭാഗത്തേക്കുള്ള ഇത്. ഇനി നമുക്ക് ഈ നേറി നേറി വെക്കണ നേറി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ചുരുക്ക് ആക്കി കാണിച്ചു തരാൻ കരുതുന്നത്. അപ്പോൾ ചുരുക്കുടുപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നാ, അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ ഈ സ്റ്റിച്ച് വലുത് ചെറുതാക്കണത്, അപ്പോൾ അത് നമ്മൾ ഒന്ന് അയച്ചിട്ട് വലിയ സ്റ്റിച്ച് ആക്കാനുള്ള രൂപത്തിലാക്കുക. വലിയ സ്റ്റിച്ച് ആകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും നമുക്ക് ചുരുക്കിന് വലിച്ചാൽ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ വലിയ സ്റ്റിച്ചിന് ടൈറ്റ് ചെയ്തു. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ അരുവ് കൂടെ പിന്നെ ഒരു 1/2 ഇഞ്ച് തന്നെ വേണ്ട, 1/4 ഇഞ്ച് ഒരു ഇത്ര വീതിയിൽ നമ്മൾ ഇങ്ങനെ അടിക്കട്ടോ. ഈ വീതിയിൽ നമ്മൾ ഇങ്ങനെ അടിക്കുക. ഇത്ര വീതി മതി. മനസ്സിലാവാത്തവർക്ക് കിട്ടണേ. അത് നന്ന അറ്റത്ത് കൂടെ വലിച്ചെണ്ണ കുറച്ച് അത്ര അടിക്ക് കീപ്പിട്ട് പോകും ചെയ്യരുത്. ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ അടിക്കട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാതെ ഈ അറ്റം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ ഇതിൻ്റെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നൂല് പൊട്ടിക്കാതെ സാവകാശത്തിൽ അടിച്ച് വരണം. നമുക്ക് നൂല് വലിക്കണമെങ്കിൽ ഈ അറ്റത്തുനിന്ന് മുതൽ ഈ അറ്റം വരെ വേണം. അതിനെ സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അറ്റത്തെത്തുമ്പോൾ കുറച്ചും കൂടി തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്യാം. സ്റ്റിച്ച് നിർത്താൻ പാടുള്ളൂ കേട്ടോ. കണ്ടോളി. അപ്പോൾ നൂല് ഇത്തിരി ഏറെ വേണം കേട്ടോ. ഇനി എങ്ങനെ വേണമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേറി വെച്ചിട്ടില്ലല്ലോ, നമ്മൾ വലിയ സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് 2 നൂലാണല്ലോ, അടിനൂലും മുകളത്തെ നൂലും. അതിൽ ഇതിൽ ഏതെങ്കിലും ഒരു നൂല് വലിക്കുക. ഏതെങ്കിലും ഒരു നൂല് വലിക്കുക. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു നൂലിട്ടാ ഈ ഒന്ന് വിട്ടനെ വെക്കണം. ഒരു നൂല് സ്വന്തം, ഒരു നൂലിങ്ങനെ നല്ല വലിച്ച് പിടിച്ചുക. ഇപ്പം ഇങ്ങനെ ആയി. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ നേറി ഇങ്ങനെ ഈ തുണി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നൂല് പിടിച്ച് വലിക്കരുത് കേട്ടോ. ഈ തുണി ഇങ്ങനെ വലിക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് വലിച്ച് വെക്കട്ടോ. എന്നിട്ട് നമുക്ക് അരഭാഗത്തിൻ്റെ അത്ര വീതി അളവെടുത്തിട്ട് നമുക്ക് അരഭാഗത്തേക്ക് വെക്കട്ടോ. അതാവുമ്പോൾ ഇതാക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ആക്കി നടുഭാഗം വരെ എത്തി. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് 2 ഭാഗത്തും കൂടി ആകുമ്പോൾ നമുക്ക് കൃത്യം കിട്ടാം. നമുക്ക് വലിച്ചാൽ ശരിയായില്ല. ഈ ഭാഗത്ത് നിന്ന് ആക്കുമ്പോൾ എന്ത് വേണം, നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ആക്കിയപ്പോൾ മുകൾ ഭാഗത്താണ് വലിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ആക്കുമ്പോൾ നമ്മൾ അടിഭാഗത്തെ നൂല് വലിക്കണം. അതിനാൽ ഒരു ഭാഗത്ത് മുകളത്തെ വലിച്ചു വെച്ചെങ്കിൽ മറ്റേ ഭാഗത്ത് വരുമ്പോൾ അടിഭാഗത്ത് വലിച്ചണം. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്യട്ടോ. രണ്ടും ഒരുപോലെ ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 2 തുണിയും നേറി വെച്ചിട്ടോ, ചുരുക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടിക്ക് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. അതിന് നമ്മൾ എന്ത് വേണം, നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഈ അടിഭാഗം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചിട്ട് അതിനാ ഞാൻ ഈ സ്റ്റിച്ച് കുറച്ചൊന്ന് ഒരു ഭാഗത്ത് സ്റ്റിച്ച് കുറച്ചൊന്നും ഇതാക്കി കണ്ടി അടിക്കാതെ വെച്ചാണ്ടി. അതിനാ പറഞ്ഞത് അതിന് നമുക്ക് ഇവിടുന്ന് അടി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിൽ പടയെടുത്തിട്ട് 2 ഭാഗം ബാക്ക് വശവും മുൻവശം ഒറ്റക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല വശം, അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശവും രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെക്കുക. മുഖാമുഖം വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം പിടിച്ചിട്ട് നമ്മൾ ഈ ചുരുക്കിന് നെറി വെച്ചതിൻ്റെ ഇത് ഉള്ളിലൂടെ ഇത് നമ്മൾ ചുരുക്ക് നമ്മൾ പാകമാക്കിക്കാണ്ട് ഇതിൻ്റെ ഒപ്പം ഉണ്ടോ നോക്കണം കേട്ടോ. ചുരുക്ക് പാകമായിക്കാണ്ട് പാകമില്ല ചെയ്യാൻ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചുരുക്കൊന്ന് ഇതിലിട്ട് കൊടുത്താൽ മതി. ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ചുരുക്ക് ഇവിടുന്ന് ചുരുക്ക് മനസ്സിലാവുണ്ടോ നമുക്ക്? ഇതിങ്ങനെ ഒപ്പം പിടിക്കുക. ഇത് ഈ ചുരുക്കിൻ്റെ ഈ ഇപ്പുറത്ത് കൂടെ വേണം അടിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ചുരുക്ക് കാണും. ഈ ചുരുക്ക് ഇവിടെയാണ് വെച്ചെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ അടിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് ചുരുക്കാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കൂടെ അടിക്കട്ടോ. ഒരു സ്കേർട്ട് എടുത്ത് കാണട്ടോ, ഒരു ഭാഗം എടുത്ത് കാണ്ട് ഒരു തുണി 2 ഭാഗം ഉണ്ടാക്കിയാൽ നമ്മൾ അപ്പോൾ ഒരു തുണി എടുത്ത് അടിക്കുക. ഒരു വശം അടിച്ചിട്ടോ.
ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്ക് വശം ഞാൻ ആദ്യം അടിച്ചത് മുന്നേ വശമാണ്. ഇനി ബാക്ക് വശം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് വശത്തിൻ്റെ ഒപ്പം ഇതും വെച്ച് അടിക്കട്ടോ. ഇതും അപ്പോഴും തന്നെ ബാക്ക് വശം നല്ലതും ഇത് നല്ലത്, നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് വേണം അടിക്കാൻ കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളപോലെ ഇത് കൈ ഇവിടെ കൂട്ടിയടിക്കുന്നതിന് മുന്നേ തന്നെ ഫ്രണ്ട് ഭാഗം രണ്ടും ഇത് രണ്ടും ഒരുമിച്ചടിക്കുക, ഇത് രണ്ടും ഒരുമിച്ചടിക്കുക. രണ്ടും കഴിഞ്ഞതിന് ശേഷം കൂട്ടിയടിച്ചാൽ മതി കേട്ടോ. എന്നാൽ ബുദ്ധിമുട്ട് തുടക്കക്കാർക്കൊക്കെ അതാണ് നല്ലത്. ഞാനത് ഇവിടെ കാണിച്ചില്ല. ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫ്രോക്ക് അടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂട്ടി യോജിപ്പിക്കട്ടോ. രണ്ടും കൂടിയും കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ വേസ്റ്റ് ഭാഗം വരെ ഭാഗം വരെ അല്ലേ ഉള്ളൂ നമുക്ക് കൂട്ടിയടിച്ചിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അവിടുന്ന് സ്കേർട്ടിൻ്റെ ഈ ഫ്രില്ലച്ച ഭാഗം നമുക്ക് കൂട്ടിയടിക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഭാഗം കൂട്ടിയടിച്ചിട്ടോ. അപ്പോൾ കൂട്ടി അടിക്കാത്ത ഭാഗത്ത് നിന്ന് നമ്മൾ അടിഭാഗം മടക്കി അടിക്കട്ടോ. ആദ്യം ഒരു മടക്ക് മടക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കുക, എന്നിട്ടത് അറ്റം വരെ അടിക്കട്ടോ. അങ്ങനെ നമ്മൾ അടിഭാഗം മടക്കി അടിച്ചു. ഞാൻ പിന്നെ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ ഞാൻ ഇതാ വെച്ചിട്ട് അതിനെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനത് വെച്ചിട്ടുന്നു. ഇനി നമുക്ക് ഒരു സൈഡിൽ നമ്മൾ അടിച്ചിട്ടുള്ളൂ, മറ്റേ സൈഡും കൂടി കൂട്ടി അടിക്കട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് വശം സൈഡ് അടിച്ചു. ഞാൻ നല്ല വശം തിരിച്ചിട്ടു. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ നെറി എടുക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്നുണ്ട് കേട്ടോ. നെറി വെക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ സ്റ്റിച്ച് ആയിക്കാണ്ട് ആദ്യം അടിക്കുക. എന്നിട്ട് പിന്നെ സ്റ്റിച്ച് മാറ്റിയിട്ടുണ്ട്, ചെറുതാക്കാൻ നമ്മൾ സാധാ ആടി അടിക്കുമ്പോൾ കേട്ടോ. ഈ ഫ്രില്ല് വെക്കാൻ മാത്രം വലിയ സ്റ്റിച്ച് ആക്കുക. എന്നിട്ടത് രണ്ട് നൂലും ഇതിൽ ഒരു നൂലും പിടിച്ച് വലിച്ചുകാണ്ട് ചുരുക്കാക്കി എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഈ നെറി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.